നമസ്കാരം. സ്ത്രീധനം ചോദിക്കരുത്, വാങ്ങരുത്, കൊടുക്കരുത്, അത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും ഇന്നും വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു കുറ്റകൃത്യമാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീധനം എന്നത്. 24-year-old Vismaya was found hanging inside her bathroom on the morning of June 21st, 2021. 26-year-old Dr. Shahana, a young and promising doctor in Kerala, ended her life allegedly due to dowry pressure. വളരെ റീസെൻ്റ് ആയിട്ട് നടന്നിട്ട് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. സ്ത്രീധനം കൊടുത്തത് മതിയാവാത്തതിൻ്റെ പേരിൽ ഭർത്തൃ വീട്ടുകാരുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ചൂഷണം നേരിടേണ്ടി വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വിരളമല്ല. 1961 ഭാരത സർക്കാർ ഈ ഒരു സാമൂഹ്യ വിപത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിയമം മൂലം ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഈ റീസെൻ്റ് ആയിട്ട് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊണ്ടുവരേണ്ട ഭേദഗതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ PSCയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് 1961 പാസ്സാക്കിയിട്ടുള്ള സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ചിട്ടാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലൂടെയാണ് 1961 സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നത്. അപ്പൊ എന്താണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്നൊരു കാര്യം കൂടെ നമുക്കിവിടെ പറഞ്ഞു പോകാം. അതായത് ലോകസഭയും രാജ്യസഭയും തമ്മിൽ ഒരു ബില്ല് പാസ്സാക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യാം, സമ്മേളിക്കാനും ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബില്ല് പാസ്സാക്കാനുള്ള ഒരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 108 അല്ലെങ്കിൽ അനുച്ഛേദം 108 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഈ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്, അതുപോലെ തന്നെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. എന്നാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? കാരണം അവിടെ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട് അല്ലെ. അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് ലോകസഭാ സ്പീക്കർ ആയിരിക്കും. ഇനി ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ ആര് അധ്യക്ഷത വഹിക്കും? അത് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഇനി ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല, ആരധ്യക്ഷത വഹിക്കും? രാജ്യസഭ ഉപാധ്യക്ഷനായിരിക്കും അവിടെ അധ്യക്ഷത വഹിക്കുന്നത്. ഒരിക്കലും രാജ്യസഭ അധ്യക്ഷനല്ല. രാജ്യസഭ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാ? അത് ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 108. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു നേർക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് ലോകസഭ സ്പീക്കറാണ്. പാർലമെന്റിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നേ വരെ 3 തവണ മാത്രമേ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടക്കുന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? നമ്മുടെ ഈ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ബാക്കി 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമന്റിൽ പറയുക. അപ്പൊ ഇനി നമുക്ക് സ്ത്രീധന നിരോധന നിയമത്തിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ 1961 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലൂടെ പാസ്സാക്കുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദുമാണ്. ആ ഒരു സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് M അനന്തശയനം അയ്യങ്കാറാണ്. 1961 ജൂലൈ 1 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത്. പക്ഷേ ഈ നിയമത്തിൽ ഒരുപാട് അപര്യാപ്തതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ 1984 പിന്നീട് 1986 എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിയമം ഭേദഗതി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു നിയമപ്രകാരം എന്താണ് സ്ത്രീധനം എന്ന് നോക്കിക്കഴിഞ്ഞാൽ വരനോ വധുവോ അല്ലെങ്കിൽ വരന്റെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ വധുവിന്റെ ബന്ധുമിത്രാദികളോ പരസ്പരം പറഞ്ഞുറപ്പിച്ച പ്രകാരം കൈമാറ്റം ചെയ്യുന്ന, വിവാഹത്തിന് മുൻപോ വിവാഹത്തിനോടനുബന്ധിച്ചോ ശേഷമോ കൈമാറ്റം ചെയ്യുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. പക്ഷെ ഇതിലെ ഈ വരനും വധുവിനും ലഭിക്കുന്ന, അതായത് ഒരു അഭ്യർത്ഥനയും കൂടാതെ ലഭിക്കുന്ന ഉപഹാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്ത്രീധനം എന്ന പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുസ്ലിം വ്യക്തിഗത നിയമപ്രകാരമുള്ള, ശരീഅത്ത് ലോ പ്രകാരമുള്ള വരൻ വധുവിന് നൽകുന്ന മെഹറും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സ്ത്രീധന പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.
ഈ സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ കുറ്റകരമാണെന്ന് അറിയാമെങ്കിൽ പോലും ഇത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ശിക്ഷാ നടപടികളെ കുറിച്ചൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്ത്രീധന നിരോധന നിയമത്തിലെ സെക്ഷൻ 3 പറയുന്നത്, അതായത് ആരെങ്കിലും ഈ സ്ത്രീധനം വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് ലഭിക്കുക എന്നുള്ളതാണ്. 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയും, അല്ലെങ്കിൽ സ്ത്രീധന തുക എത്രയാണോ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ മൂല്യം എത്രയാണോ അത് കൊടുക്കുക എന്നുള്ളതാണ്. ഏതാണോ കൂടുതൽ, അതായത് 15,000 രൂപയാണോ സ്ത്രീധന തുകയാണോ ഏതാണോ കൂടുതൽ അതാണ് എന്ത് ചെയ്യേണ്ടി വരിക, അടയ്ക്കേണ്ടി വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിയമപ്രകാരം സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങളൊക്കെ നിലവിൽ വരുത്താൻ സാധിക്കും എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അതുപോലെ വിവാഹം കഴിഞ്ഞ് എത്ര വർഷം വരെ നമുക്ക് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്യാൻ നോക്കാം. വിവാഹം കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്യണം. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കണ്ടു 1961 നിയമം പാസ്സാക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഭേദഗതി ചെയ്യുന്നു. അപ്പം നിയമനിർമ്മാണം മൂലം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അനാചാരം അല്ലെങ്കിൽ ദുരാചാരത്തെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നീക്കം ചെയ്യാൻ കഴിയില്ല, നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്, നമ്മൾ ഓരോരുത്തരും അത്രയും ഉറച്ച തീരുമാനം എടുക്കേണ്ടതാണ്. ഒരിക്കലും സ്ത്രീധനത്തിൻ്റെ ഭാഗമാവില്ല എന്നുള്ളത്. അത് പുരുഷനും സ്ത്രീയും ഒരുപോലെ അത് തീരുമാനിക്കേണ്ടതാണ്. സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ അത് കൺമുന്നിൽ കണ്ടാൽ അത് പ്രതികരിക്കാനുള്ള ഒരു ആർജവും കൂടെ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. താങ്ക് യു.